റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തിൻ്റെ പത്തിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത്. പാപമോചനം ലഭ്യമായവരിൽ നമ്മെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റമദാൻ അതിൻ്റെ പകുതിയിൽ എത്തി. അള്ളാഹുവിൻ്റെ അപാര അനുഗ്രഹത്തോടു കൂടെ 15 നോമ്പ് പൂർണ്ണമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളും പരിശുദ്ധമായ സ്രഷ്ടാവിൻ്റെ പ്രീതിക്ക് അനുസൃതമായി പൂർണ്ണമാക്കാനും ആരാധനകളെ കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്നുകൂടി നമുക്ക് ദുആ ചെയ്യാം. ഇന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നാം പോലും അറിയാതെ നമുക്ക് പാപങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവണതയെക്കുറിച്ചാണ്. ഓരോ ആളുകളും അവൻ്റെ പകലുകൾ പരിശോധിച്ചാൽ അറിഞ്ഞോ അറിയാതെയോ സംസാരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു കാര്യങ്ങൾ പോലുമില്ലാതെ അനാവശ്യമായും അകാരണമായും സംസാരങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ അത് നിമിത്തമായി നമുക്ക് ആഖിറം നഷ്ടപ്പെടുന്നു എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇന്നിൻ്റെ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചത്, മൻ കസുറ കലാമുഹു കസുറ ദുനൂബുഹു വമൻ കസുറ ദുനൂബുഹു മാത്ത ഖൽബുഹു വമൻ മാത്ത ഖൽബുഹു ദഖല ഫിന്നാർ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ ഒരു വാക്യമാണ്. അതിൻ്റെ സാരം ഇങ്ങനെയാണ്: മൻ കസുറ കലാമുഹു, ഒരാളുടെ സംസാരം അധികരിച്ചു കഴിഞ്ഞാൽ, വർദ്ധിപ്പിച്ചാൽ, കസുറ ദുനൂബുഹു, അവൻ്റെ പാപങ്ങൾ അധികരിക്കുന്നു. വമൻ കസുറ ദുനൂബുഹു, ഒരാളുടെ പാപങ്ങൾ അധികരിച്ചാലോ, മാത്ത ഖൽബുഹു, അവൻ്റെ ഹൃദയം നിശ്ചലമാകുന്നു, മരണപ്പെട്ടു പോകുന്നു. ഒമം മാത്ത ഖൽബുഹു, അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്ന പക്ഷം, ദഖല ഫിന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നുവെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു പ്രവാചക വാക്യം കൃത്യമായി
നമ്മളൊന്ന് പരിശോധിച്ചാൽ ഈ സംസാരം കൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന അത്യന്തം ഭയാനകവും വേദനാജനകവുമായ സാഹചര്യത്തിലേക്കാണ് പുണ്യ റസൂൽ വിരൽ ചൂണ്ടിയത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അവിടുത്തെ വാക്യം നിങ്ങൾ നോക്കൂ. മൻ കസുറ കലാമുഹു, ഒരാളുടെ സംസാരം അധികരിക്കുകയാണെങ്കിൽ കസുറ ദുനൂബുഹു, അവൻ്റെ പാപങ്ങൾ അധികരിക്കുന്നു. ഈ സംസാരം എങ്ങനെയാണ് അതുകൊണ്ട് പാപങ്ങൾ വർദ്ധിക്കുക? ഒരുപക്ഷെ സംസാരം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? സ്വാഭാവികമായും മറ്റൊരുത്തനെ കുറിച്ചാണ്, അവൻ്റെ കുറവുകളെക്കുറിച്ചാണ്, അവനിൽ കണ്ട തിന്മകളെ പരാമർശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവനിലുള്ള ബലഹീനതകളെ സ്പർശിച്ചുകൊണ്ടാണ്, ശാരീരികമായ ന്യൂനതകളെക്കുറിച്ചാണ്, അംഗവൈകല്യങ്ങളെക്കുറിച്ചാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതല്ലെങ്കിൽ കളവുകൾ ആ സംസാരത്തിലുണ്ടാകുന്നു. അപ്പോൾ ഗീബത്ത് വരുന്നു, കളവുകൾ വരുന്നു. ഇനി ഇതൊന്നുമല്ലാതെ നന്മകളെക്കുറിച്ചല്ല സംസാരമെങ്കിൽ കേവലം കോമഡികൾക്ക് ഉപയോഗപ്പെടുത്താനാണ്, ഫലിതങ്ങൾ പറയാനാണ്. ഈ ഫലിതങ്ങൾ കളവായി രൂപപ്പെടുന്നു. നമ്മളൊരു ഫലിതത്തിന് വേണ്ടി ഒരു വാക്യം പറയുമ്പോൾ അത് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ കളവുകളായി രൂപപ്പെടുന്നു. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവനേക്കാൾ മോശം ആരുണ്ട് എന്ന മഹാരഥന്മാരുടെ തിരുമൊഴികൾ ഇവിടെ നമ്മൾ ചേർത്ത് വായിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മുടെ സംസാരങ്ങൾ അധികവും വന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കസുറ ദുനൂബുഹു, അവൻ്റെ പാപങ്ങൾ വർദ്ധിക്കുന്നു. ഗീബത്താണെങ്കിൽ പറയണ്ടല്ലോ, അതിൻ്റെ കാഠിന്യം നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. നമ്മുടെ അമലുകളെ അത് കുറക്കുന്നു എന്നല്ല, നാളെ നമ്മൾ ചെയ്ത അമലുകൾ നമുക്ക് നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അവൻ്റെ തിന്മകൾ ഏറ്റെടുക്കേണ്ട ഗതിയിലേക്ക് പോലും നമ്മൾ എത്തിച്ചേരുന്നു. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അവൻ്റെ പാപങ്ങൾ വർദ്ധിക്കുന്നു. ഇങ്ങനെ പാപങ്ങൾ വർദ്ധിച്ചാലോ മാത്ത കൽബുഹു, അവൻ്റെ ഹൃദയം മരിക്കുന്നു. ഹൃദയം മരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആശയപ്പെടേണ്ടത്, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹൃദയത്തിൻ്റെ മരണം. ഹൃദയം എപ്പോഴും നന്മകൾക്ക് വേണ്ടി സജീവമായിരിക്കണം, അത് സുഹൃതങ്ങൾക്ക് വേണ്ടി തുടിക്കണം, അള്ളാഹുവിന് വേണ്ടി സദാ സന്നദ്ധമായ ഒരു സാഹചര്യത്തിലാകണം. എന്നാൽ ഈ പാപങ്ങൾ നിമിത്തമായി ആ ഒരു സാഹചര്യത്തിൽ എത്തുന്നില്ല എന്ന് മാത്രമല്ല, ഈ സമയങ്ങളിലെല്ലാം ആ ഹൃദയങ്ങൾക്കൊരു നിശ്ചലത രൂപപ്പെടുന്നു. അതൊരു മരണസമാനമായ അവസ്ഥയിലേക്ക് എത്തുന്നു. പുണ്യ റസൂൽ പറഞ്ഞു അത് മരിച്ചു പോകുന്നു. അങ്ങനെ അത് സംഭവിച്ചാൽ ഒബമാത്ത ഖൽബുഹു ദഖല ഫിന്നാർ, അവൻ്റെ ഹൃദയം അങ്ങനെ സംഭവിക്കുന്നതോടുകൂടെ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നു. സംസാരം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സംസാരത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് തൻ്റെ മകനും തൻ്റെ സഹകാലികരായ ആളുകളോടും അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അതിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. മൗനം അനിവാര്യമാകുമ്പോൾ ഏറ്റവും നല്ലത് അതാണ്. പുണ്യ റസൂൽ പറഞ്ഞു, ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ഫൽയഖുൽ ഖൈറ, അവൻ ഖൈറ് സംസാരിച്ചു കൊള്ളട്ടെ, ഔലിയസും, അല്ലെങ്കിൽ അവൻ മൗനം പാലിക്കട്ടെ. പുണ്യ റസൂലിൻ്റെ മറ്റൊരു വചനമാണത്. സംസാരിക്കുകയാണെങ്കിൽ അത് ഖൈറിനെ കുറിച്ച് പറയട്ടെ. ഇനി നമ്മുടെ പ്രഭാതം മുതൽ ഉള്ള സമയമെടുത്ത് പരിശോധിച്ച് നോക്ക്. ഉറങ്ങുന്ന സമയം വരെ എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരൊക്കെ തന്നെയും ഇന്ന് സുബഹി മുതൽ നാളിതുവരെയുള്ള, അല്ലെങ്കിൽ ഈ സമയം വരെയുള്ള നമ്മുടെ സംസാരങ്ങൾ എന്തിനൊക്കെ വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഒരാൾക്കൊരു സഹായം ചെയ്യുന്ന കാര്യത്തിനാണോ,
ഒരാളുടെ നന്മകൾ പറയാൻ വേണ്ടിയാണോ, ദിക്റുകൾ ചൊല്ലാൻ വേണ്ടിയാണോ, തസ്ബീഹും തഹ്ലീലിനും വേണ്ടിയാണോ, അതല്ല സതുപദേശങ്ങൾക്ക് വേണ്ടിയാണോ? ഇങ്ങനെ നമ്മളൊന്ന് പരിശോധിച്ചാൽ എത്ര വാക്യങ്ങളാണ് അതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയത്? അതല്ല, നേരെ മറുവശം എടുത്ത് ആലോചിച്ച് നോക്ക്. പരിഹാസത്തിന് വേണ്ടി, കളവായി, ഫലിതങ്ങളായി, മറ്റൊരുത്തൻ്റെ ഗീബത്തിനായി, നമീമത്തിനായി, ദുഷിപ്പ് പറയാനായി, ചീത്ത വിളിക്കാനായി എത്ര സംസാരങ്ങൾ നമുക്ക് വന്നു പോയിട്ടുണ്ട്. പുണ്യ റസൂൽ പറഞ്ഞു, സംസാരിക്കുകയാണോ അത് ഹൈറാകട്ടെ, അല്ലെങ്കിലോ മിണ്ടാതെ നിൽക്കട്ടെ. അതല്ലെങ്കിൽ അവൻക്ക് സംഭവിക്കാൻ പോകുന്നത് മാത്ത കൽബുഹു, ഹൃദയം മരിക്കുന്നു. അങ്ങനെ ഹൃദയം മരിച്ചാൽ നമ്മൾ പക്ഷേ കുറേ നമസ്കരിച്ചവനാണ്, നോമ്പ് നോറ്റവനാണ്, തറാവി നമസ്കരിച്ചവനാണ്, ആരാധനാ കർമ്മങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചവനാണ്. പക്ഷേ അതെല്ലാം പ്രതിഫലമില്ലാതെ ഈ ഒരു കാരണമായി നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ധാരാളം സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ഒരു സംസാരത്തിൻ്റെ ഗൗരവം നമ്മൾ ഓരോ ആളുകൾ മനസ്സിലാക്കി അനിവാര്യമാണ് എന്ന് തോന്നുന്ന സമയത്ത് അതും നന്മകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കാനും, അതല്ലാത്ത പക്ഷം തികച്ചും മൗനം പാലിക്കുക എന്നതും അതാണ് നമുക്കേറെ ഗുണകരമായിട്ടുള്ളത്. നോക്കൂ, നമുക്ക് 2 മലക്കുകളുണ്ട്, നമ്മുടെ 2 ഭാഗങ്ങളിലായി. റഖീബ് അതീദ് നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണല്ലോ. അവരുടെ ചുമതല അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുക എന്നതാണ്. അവർ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരങ്ങൾ, ഒരക്ഷരം ഞാൻ പറയുന്നു, എൻ്റെ വാക്യം ഞാനിവിടെ ഉച്ചരിക്കുമ്പോൾ അതിൽ നന്മയുടെ അംശമാണ്, ഉദ്ദേശമാണ് അതുകൊണ്ടുള്ളത് എങ്കിൽ തീർച്ചയായും അത് നന്മയുടെ പക്ഷത്ത് എഴുതുക തന്നെ ചെയ്യുന്നു. അത് അനാവശ്യമായിട്ടാണ്, ഒരു ആവശ്യം അതുകൊണ്ടില്ല, ഒരു നന്മയും അതുകൊണ്ട് വരാനില്ല എന്ന് മാത്രമല്ല അത് തിന്മകളാണ്, ഞാൻ ഈ പറഞ്ഞ ഗണങ്ങളിൽപ്പെട്ടതാണെങ്കിൽ അത് തിന്മയുടെ ഭാഗത്ത് രേഖപ്പെടുത്തുന്നു. ആ സംസാരങ്ങൾ നമ്മൾ മറന്നു പോകും, ആ സമയങ്ങൾ നമ്മൾ മറന്നു പോകും. നമ്മുടെ സമയമാകും, സിട്ടാവിനെ നമ്മൾ കണ്ടുമുട്ടും. ആ സമയത്ത് രേഖകൾ പുറത്തെടുക്കും. മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. എല്ലാ ആളുകളുടെയും രേഖകൾ അവിടെ പുറത്തു വരും, നമ്മളെ ഏൽപ്പിക്കപ്പെടും. ചില ആളുകൾക്ക് വലത് കൈകളിൽ അത് കൃത്യമായി നൽകും, ചില ആളുകൾ ഇടത് കൈയിൽ അത് നൽകപ്പെടും. അവൻ വിസമ്മതിക്കുന്ന പക്ഷം അവന് കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ഏറ്റവും ഭയാനകമായ സാഹചര്യങ്ങൾ അതിനെ നോക്കിയിട്ട് പറയാണ്, ആലിഹാദൽ കിതാബ്, എന്തൊരു കിതാബാണിത്, എന്തൊരു രേഖകളാണിത്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറ, ചെറുതും വലുതുമായൊരു കാര്യങ്ങൾ പോലും വിട്ടേച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന, കുണ്ഠിതപ്പെടുന്ന ഒരു രംഗം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് നന്മകളുടെ പക്ഷത്ത് നിന്ന് മാത്രമായിരിക്കണം നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം. ഇതിനൊക്കെ എന്താ വേണ്ടത്? എല്ലായ്പ്പോഴും നമുക്കൊരു ഓർമ്മകൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് റമദാൻ മാസമാകുമ്പോൾ ഞാൻ നോമ്പുകാരനാണ്, ഞാൻ എൻ്റെ ആത്മീയമായ ഔന്നത്യത്തിന് വേണ്ടിയാണ്, ആത്മീയമായ മുന്നേറ്റത്തിന് വേണ്ടിയാണ്, നാളെ സട്ടാവിൻ്റെ അടുക്കൽ എനിക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് എന്ന ബോധ്യത്തോടെ റമദാനിലും അല്ലാത്ത സമയങ്ങളിലും അങ്ങനെ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന തിരിച്ചറിവിലൂടെ ഇനി പോകാനുള്ള ഒരു ഘട്ടത്തെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മകളോട് കൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ അനാവശ്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. ലൗ തഅലമൂന മാ അലം ലളഹിഖ്തും ഖലീല വലബഖൈതും കസീറ, പുണ്യ റസൂലിൻ്റെ ഒരു വാക്യം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയാണല്ലോ, ലൗ തഅലമൂന മാ അലം, ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും അറിയുമായിരുന്നുവെങ്കിൽ, നിങ്ങൾക്കും അറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീല, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയൂ. വലബഖൈതും കസീറ, അധികവും നിങ്ങൾ കരയുകയായിരിക്കും ചെയ്യുക എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞതിൻ്റെ ആശയം എന്താണ്? നമ്മൾ കണ്ടതോ അറിഞ്ഞോ അല്ല, അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്താണ്, ഗൗരവതരമാണ്
ഭയാനകമാണ്, ഭീതിജനകമാണ്. നാളെ വരാനിരിക്കുന്ന കാര്യങ്ങൾ, നാളത്തെ നമ്മുടെ ഘട്ടങ്ങൾ വല്ലാത്ത ഒരവസ്ഥയാണ്. അത് മുഴുവൻ സഹോദരങ്ങളെ നിങ്ങൾക്കറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ. ഇത് ആരോട് പറഞ്ഞതാണ്? സ്വഹാബത്തിനോടാണ്. അപ്പോൾ നമ്മുടെ കാര്യം ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. സ്വഹാബിമാരെന്ന് പറയുമ്പോൾ പ്രവാചകരുടെ കാലഘട്ടത്തിൽ പുണ്യ റസൂലിനെ കണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് വിശ്വാസികളായി പ്രവാചകനോട് കൂടെ ജീവിച്ചവർ. അവരോടാണ് പ്രവാചകൻ പറയുന്നത്, ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ സ്വഹാബ നിങ്ങൾക്കും അറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ ലഹിത്തും കലീല, വളരെ കുറച്ചേ ചിരിക്കാൻ കഴിയുള്ളൂ. ഓല വക്കൈത്തും കസീറ എന്ന് മാത്രമല്ല, അധികം നിങ്ങൾക്കറിയുകയായിരിക്കും. ഇത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ അതിന് ഗൗരവം എത്രമാത്രമാണ്. നമ്മളിന്ന് സംസാരിക്കുന്നു, ആ സംസാരങ്ങൾ ചിരിക്കാൻ വേണ്ടി സംസാരിക്കുന്നു. എങ്ങനെയെങ്കിലും കുറേ ആളുകൾ ചിരിക്കണം, അതിന് തമാശകൾ വേണം, അതിന് ഫലിതങ്ങൾ വേണം, അതിന് കോമഡികൾ പറയണം. നമ്മൾ ചിരിക്കുകയാണ്. ആ ചിരികൾക്ക് വേണ്ടി മാത്രം നമ്മൾ സമയം കണ്ടെത്തുന്നു. അങ്ങനെ സമയം കണ്ടെത്തുമ്പോൾ നോക്കൂ, നിങ്ങൾ പിന്നെ റസൂൽ പറഞ്ഞു നിങ്ങൾക്കറിയാമായിരുന്നുവെങ്കിൽ ചിരിക്കുക വളരെ കുറച്ച് മാത്രമെന്ന് മാത്രമല്ല, ഒലബക്കീത്തും കസീറ, അധികം നിങ്ങൾ കരയും, അതോർത്ത് നിങ്ങൾ കരയും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് വിശ്വാസികളെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർമ്മ അതാണ് ഇന്നിൻ്റെ ഒരു വിഷയമായി എനിക്കെൻ്റെ പ്രിയ സഹോദരങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. നമ്മളൊന്ന് സംസാരം നിയന്ത്രിച്ചാൽ തന്നെ ഒരുപാട് പാപങ്ങൾ അതിൽ നിന്ന് മുക്തമാകാൻ, മോചിതരാകാൻ നമുക്ക് കഴിയും. കാരണം ഈ സംസാരങ്ങളാണ് മറ്റെവിടേക്കോ നമ്മൾ എത്തിക്കുന്നത്, എന്തൊക്കെയോ നമ്മളാക്കി തീർക്കുന്നത്. അതുകൊണ്ട് തൻ്റെ സഹോദരങ്ങൾക്ക് നന്മകളുണ്ടാകുന്ന വാക്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ മുന്നോട്ട് വരിക. ഒരു വാക്ക് മറ്റൊരുത്തിന് ഗുണകരമായിരിക്കണം, മറ്റൊരുത്തിന് സഹായകമാകണം. തൻ്റെ വാക്കുകൊണ്ടൊരു ദുരന്തങ്ങൾ ഉണ്ടായിക്കൂടാ, തൻ്റെ സംസാരം കൊണ്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടാ. ഇപ്പം എന്തെങ്കിലും ഒരു സങ്കീർണമായ വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കിടയിലുള്ള ചില സംസാരങ്ങളുണ്ട്, അവിടെ കയറി അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് ആ സംസാര നിമിത്തമായി ഇതിന് വിള്ളലുണ്ടാക്കി, അതൊരു വ്രണമായി, അതൊരു വലിയ ദുരന്തമായി, അതിൻ്റെ പര്യവസാനം അങ്ങനെയാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്നൊരു സാഹചര്യം പലപ്പോഴും ആളുകളിൽ നമ്മൾ കാണുന്ന ഒരു മോശമായ പ്രവണതയാണ്. പക്ഷേ ഇവിടെ അത് രസകരമാണെങ്കിലും അത്തരം പ്രവണതകൾക്കുള്ള പ്രതിഫലം അത് അത്യന്തം വേദനാജനകമായിരിക്കും. അത് നരകത്തിൻ്റെ തീജ്വാലകളായിരിക്കും. അതുകൊണ്ട് നന്മകളുടെ സന്ദേശമായി, അതിൻ്റെ കൂട്ടുകാരായി നമ്മൾക്ക് മുന്നോട്ട് വരാൻ കഴിയണം. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളൊക്കെ ഇന്ന് ആളുകൾക്കിടയിലുള്ള സാഹോദര്യം, അതുപോലെ തന്നെ ആ സാഹോദര്യ ബോധം, അതെല്ലാം നമ്മുടെ ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ടെക്നോളജിയുടെ വികാസം അത് രണ്ട് തലത്തിൽ ഗുണം ചെയ്യുന്നു. കുറേ ഗുണങ്ങളുണ്ടെങ്കിലും ഒരുപാട് ദോഷങ്ങൾ. ആ ദോഷങ്ങളുടെ ഒരു ഭാഗമാണ് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് സഹോദരങ്ങൾക്കിടയിൽ അനൈക്യങ്ങൾ ഉണ്ടാക്കി, സഹോദര സമുദായങ്ങൾക്കിടയിൽ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത വിള്ളലുകൾ ഉണ്ടാക്കി, വൻ വിടവുകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിലൊക്കെ ആനന്ദം കണ്ടെത്തുമ്പോൾ നമ്മുടെ വാക്കോ, നമ്മുടെ ഒരു നോക്കോ, നമ്മുടെ ഒരു പ്രവർത്തനങ്ങളോ അത്തരം ഒരു ദുരന്തങ്ങൾക്ക് കാരണമായിക്കൂടാ. എവിടെയാണ് കൂട്ടി യോജിപ്പിക്കാൻ കഴിയുക? എവിടെയാണ് ഒരു സൂചിയുടെ ഒരു പ്രവർത്തനം, ഒരു ബ്ലൈഡിൻ്റെ പ്രവർത്തനമല്ല വേണ്ടത്. സൂചിയും ബ്ലൈഡും നമുക്കറിയാം, സൂചി അത് തുന്നിക്കുത്തുകയാണ്, അത് കൂട്ടിച്ചേർക്കുകയാണ്, വിടവുകൾ നികത്തുകയാണ്, അനൈക്യം ഒഴിവാക്കുകയാണ്. അതിൻ്റെ ഒരു പ്രവർത്തനം അതായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതല്പം ശ്രമകരമാണ്, അതിന് സാഹസികമാണ്, പക്ഷെ മുറിക്കൽ വളരെ എളുപ്പമാണ്. അത് തുന്നിച്ചേർക്കുമ്പോൾ നമുക്കറിയാം, നൂല് കോർത്ത് അത് വളരെ കൃത്യമായി സൂക്ഷിച്ച് ചെയ്തെങ്കിലേ ഉദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ പൂർണ്ണത നമുക്ക് കാണാൻ കഴിയുള്ളൂ. മറിച്ചവിടെ കീറി മുറിക്കലാണെങ്കിൽ, വ്രണമാക്കലാണെങ്കിൽ, മുറിച്ചു കളയലാണെങ്കിൽ നിഷ്പ്രയാസമുള്ള ബ്ലേഡ് കൊണ്ട് ഒരു വരവിലൂടെ അത് സാധ്യമാകുന്നു. പക്ഷെ ഇവിടെ എളുപ്പമാകുന്ന, അതുകൊണ്ട് വരാനിരിക്കുന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത വിധം അകൽച്ചയാണ്. എന്നാൽ ഇവിടെ പ്രയാസകരമായ പ്രവർത്തനങ്ങളെ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഒന്നാകില്ല എന്ന് കരുതിയ ആ രണ്ട് ധ്രുവങ്ങൾ ഒഴിവാക്കി ഒന്നാക്കി ചേർക്കുക എന്നതാണ്. അതുകൊണ്ട് ഈ റമദാനൊക്കെ നന്മകൾ ചിന്തിക്കാനും സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ സമർപ്പിക്കാനുമുള്ള ഒരു പ്രചോദിതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത്. തീർച്ചയായും നമുക്കതിന് കഴിയട്ടെ. നന്മകളുടെ സന്ദേശവാഹകരാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇന്നിവിടെ ചോദിക്കുന്നു. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.